ഹായ്, എല്ലാവർക്കും വത്സബിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഒരു എഗ്ഗ് മടക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മൈദ പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, 4 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറുതായതുകൊണ്ടാണ് കേട്ടോ 4 എടുത്തത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ തേങ്ങ ചിരകിയതെടുപ്പ്. അത് 2 സ്പൂൺ മതിയാവും, 2 അല്ല 1.5 ടീസ്പൂൺ മതിയാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഈ സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് ഈ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂട്ടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പാകത്തിന് ഉപ്പും ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അരഞ്ഞു പോകരുത്, ചതച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇനി മുട്ടയൊന്ന് പതപ്പിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് മുട്ട പൊട്ടിച്ച് നല്ലതായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് മാവ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യം കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ നമ്മൾ പതപ്പിച്ചെടുത്തതിലേക്ക് ഞാൻ ആ മാവ് പൊടി മൈദാപ്പൊടി നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിച്ച് ചേർത്ത് കൊടുക്കുക. അതായത് ഇങ്ങനെ ചേർക്കാൻ കാരണം മൊത്തത്തിൽ മൈദ പൗഡർ ഇട്ട് കലക്കാൻ നോക്കിയാൽ അത് കട്ട പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഇതേപോലെ ചെറുതായിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ കുറച്ച് വീതം ഇട്ട് കൊടുത്ത് കലക്കിയാലും മതിയാവും. ഇനി നമ്മുടെ മിക്സും കൂടെ ഒന്ന് ചേർത്ത് കലക്കാം. അത് നന്നായിട്ട് അടിച്ചെടുക്കുക. നമ്മുടെ ദോശക്കല്ല് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായി കിട്ടണം. ഈ ദോശക്കല്ലും വെളിച്ചെണ്ണ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. ചൂടായതിന് ശേഷം മാത്രമേ നമ്മുടെ കൂട്ട് അതിലേക്ക് ഒഴിക്കാവുള്ളൂ. ഇപ്പോൾ 2 ദോശക്കുള്ളതാണ് എടുത്തിരിക്കുന്നത്. 2 ദോശ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 2 പേർക്ക് കഴിക്കാനുള്ളതായി. ഹെൽത്തിയാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതിന് ശേഷം നമ്മുടെ തേങ്ങ ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനിപ്പം നമ്മൾ മറിച്ചിടുമ്പോഴത്തേനും ഇത് പോകരുത്, തെറിച്ച് പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് തിരിച്ചിടുമ്പോഴത്തേക്കിന് തെറിച്ച് പോകത്തില്ല. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് ദോശ അടിഭാഗമൊക്കെ നല്ലതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിടുക. അപ്പോൾ മുകളിൽ ഓൾറെഡി അത് മുട്ടയൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു 2-3 സെക്കൻഡ് മതി മറിച്ചിട്ട് കഴിഞ്ഞാൽ. എന്നിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ അവിടെ എഗ്ഗ് മടക്കു ദോശ ഒരെണ്ണം റെഡി ആയിരിക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മുടെ 2 മടക്ക് ദോശ റെഡിയായി കഴിഞ്ഞു, എഗ്ഗ് ദോശ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇനി നമ്മുടെ വീട്ടിൽ കെച്ചപ്പ് ഉണ്ടെങ്കിൽ, ടൊമാറ്റോ കെച്ചപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് സോസേജ് വേണേലും കൂട്ടി ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാച്ച് ചെയ്യുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഉണ്ടാക്കി നോക്കണം. താങ്ക് യു സോ മച്ച്.